കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ ലൈവിൽ ഞങ്ങളെ ജോയിൻ ചെയ്യുന്ന എല്ലാ സഹോദരങ്ങൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ ലൈവിൽ വന്ന് ഞങ്ങളുടെ വീഡിയോസിനെ പ്രൊമോട്ട് ചെയ്യുകയും അതിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതും എല്ലാ സഹോദരങ്ങൾക്കും ഒരു പ്രാവശ്യം കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ ലൈവിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന വിഷയം ഈയിടെയായി ഞങ്ങൾ കണ്ട പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന 3 വ്യക്തികൾ എങ്ങനെ ഒരു ദൈവമാകുന്നു എന്നുള്ള പാസ്റ്റർ അനിൽ കൊടിത്തോട്ടത്തിന്റെ ഒരു വീഡിയോ ഞങ്ങൾ കാണുകയുണ്ടായി. അതിൽ നിന്നും വന്ന ചില വിഷയങ്ങൾ എടുത്ത് സംസാരിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോയിൽ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം യഹോവ സാക്ഷികളെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് അദ്ദേഹം നിഖ്യയിലുണ്ടായ ആ ഒരു നൈസീൻ ക്രീഡ്, ആ നൈസീൻ ക്രീഡിന് ശേഷം റോമ ചക്രവർത്തികൾ മാറിയപ്പോൾ എങ്ങനെ ആ ഒരു വിശ്വാസം പിന്നെയും മാറിമറഞ്ഞു വരികയും റോമ സാമ്രാജ്യത്തിൽ ആര്യനിസം പിന്നെയും കയറി വരികയും ചെയ്യുന്നത് എന്ന് ഉള്ള പല കാര്യങ്ങൾ അതിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ആ വീഡിയോ ചെറുതായിട്ട് കാണാം. അതിൻ്റെ ഒരു 7-8 മിനിറ്റ് നമുക്കൊന്ന് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ മുൻപോട്ട് സംസാരിക്കുന്നതായിരിക്കും. ഇന്ന് എൻ്റെ കൂടെ ഈ ലൈവിൽ ജോയിൻ ചെയ്യുന്നത് കോട്ടയത്ത് നിന്ന് പാസ്റ്റർ ജോസ് വർഗീസും പാസ്റ്റർ രാജു ഡാനിയലും എന്നോട് കൂടെ ജോയിൻ ചെയ്ത രണ്ടുപേരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തു. ഇന്ന് ആദ്യം തന്നെ നമുക്ക് ഒരു വീഡിയോ കാണാം. എന്നിട്ട് പിന്നെ നമുക്ക് മുന്നോട്ട് സമയം ആരുടെ സൃഷ്ടി? ദൈവത്തിൻ്റെ സൃഷ്ടി. എല്ലാം ദൈവത്തിൻ്റെ ദൈവമായിരുന്നു. കേട്ടാലൊരു ചേർത്തേ ഉള്ളൂ, ഓൾസോ ചേർത്തേ ഉള്ളൂ. അർത്ഥം മാറ്റിയുണ്ടോ? അത് യേശു ഒരു ചെറിയ ദൈവമാണ്, ജൂനിയറായ ഒരാൾ. കാരണം അതിനുശേഷം സൃഷ്ടിച്ച ഇത് വാസ്തവത്തിൽ അരിയൂസല്ല, ഈ യഹോസാക്ഷികളല്ല പറഞ്ഞു തുടങ്ങി. AD 325 നിക്യാസുന്നോദോസിലെ പ്രധാന ചർച്ച ഇതായിരുന്നു. അവിടെ അരിയൂസ് എന്ന പേരായ വളരെ വിദഗ്ധനായ, താർക്കികനായ, പ്രഭാഷകനായ ഒരു വ്യക്തി ഒരു ഭാഗത്തും, അപ്പുറത്ത് അത്തനേഷ്യസ് അപ്പുറത്തും വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു ഇതേപ്പറ്റി. അപ്പം അത്തനേഷ്യസ് എങ്ങനെയാണ് ഈ അരിയൂസിൻ്റെ വാദങ്ങളെ, അല്ലെങ്കിൽ യഹോവസാക്ഷികളുടെ ആരംഭകനായ ചിന്തകൾ ലോകത്തിന് കൊടുത്ത ആ മനുഷ്യൻ്റെ വാദങ്ങളെ ഒറ്റയടിക്ക് കണ്ണിച്ച് കളഞ്ഞു. ആ കണ്ണിച്ച വിധമാണ് പറയാൻ പോകുന്നത്. അതായത് അത്തനേഷ്യസ് ചോദിച്ചു, ക്രിസ്തു ദൈവത്തിൻ്റെ സൃഷ്ടിയാണെങ്കിൽ ആദ്യ സൃഷ്ടിയാകുമല്ലോ ഈ പറഞ്ഞനുസരിച്ച്, വേണ്ടേ? അതവരും പറയുന്നത്. അതെ, സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തുടക്കമായി, ആരംഭമുണ്ടായി. അപ്പം സൃഷ്ടിക്കാൻ ഒരു സമയം വേണം. സമയം ഉണ്ടെങ്കിലേ സൃഷ്ടിയുള്ളൂ. സമയം ആരുടെ സൃഷ്ടി? ദൈവത്തിൻ്റെ സൃഷ്ടി. എല്ലാം ദൈവത്തിൻ്റെ. അപ്പം സമയത്തെ ദൈവം സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിൻ്റെ ആദ്യ സൃഷ്ടി സമയമോ ആദ്യ സൃഷ്ടി ക്രിസ്തുവോ? മനസ്സിലായോ? ചോദ്യം മനസ്സിലായോ? നമുക്ക് മനസ്സിലായി, അവർക്ക് പിടികിട്ടിയില്ല, വിഷമിച്ചു പോയി. കാരണം തെളിയിക്കാൻ പറ്റില്ല. അപ്പോൾ ലോജിക്കലി, ഫിലോസഫിക്കലി കാര്യം വിശദീകരിച്ചാൽ ഇവരുടെ വാദമെല്ലാം പൊളിഞ്ഞു പോകും. അപ്പം അതിന് ബൈബിളിൽ ഒരു പരിഭാഷയിൽ മൂലഭാഷയോട് നീതി പുലർത്താത്ത, കൃത്രിമത്വം കടത്തി ആളുകളെ മിസ്ഗൈഡ് ചെയ്യാൻ യഹോവ വിറ്റ്നസ് ശ്രമിക്കാറുണ്ട്. യഹോവ വിറ്റ്നസിനെ പറ്റി നമുക്കിപ്പോൾ കൂടുതൽ ആവശ്യമില്ല, താമസിക്കാതെ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പഠിച്ചാൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമാക്കുന്നുണ്ട്. അപ്പോൾ ആ വാദത്തിൽ അത്തനാസ്യൂസ് വളരെ കൃത്യമായി തന്നെ ഇവരെ റെഫ്യൂട്ട് ചെയ്തു.
വാദമൊക്കെ പൊളിഞ്ഞു പോയി. പിന്നീട് ഒരിക്കലും അവർക്ക് കാര്യമായ ഒരു മുൻതൂക്കം ഉണ്ടായില്ല. പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്തു. കാരണം ഇതിന് അധ്യക്ഷനായിരുന്ന കോൺസ്റ്റൻ ചക്രവർത്തി. ഈ കോൺസ്റ്റൻറ്റൈൻ്റെ സഹോദരിയെ സ്വാധീനിച്ചിട്ട് ഈ അരിയൂസ് പറഞ്ഞു, എനിക്ക് അവിടെ കാര്യമായിട്ട് പറയാൻ പറ്റില്ല, ആകെ പ്രയാസമായി പോയി. ചിലർ ഈ നാട്ടിൽ പോയി അടിയെല്ലാം കൊണ്ടുവന്നിട്ട് പറഞ്ഞില്ല, എൻ്റെ ഈ സൈഡൊന്ന് വെട്ടിപ്പോയല്ലേ, ഞാൻ അവനെ കാണിച്ചേനെ. എൻ്റെ ഇവിടെ കയറി ഒരു പെട്ടെന്നൊരു വിലക്കം ഇങ്ങോട്ട് വന്നിട്ട് ഞാൻ പോന്നു എന്ന് പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഉപാധി പറയല്ലോ എന്ന് പറഞ്ഞ പോലെ പുള്ളി എന്തോ ഒരു ഉപാധിയൊക്കെ പറഞ്ഞു. അവരത് പറഞ്ഞ് സമ്മതിപ്പിച്ച് അതിൽ പുള്ളി അല്പം ഗോളടിച്ചു. പുതിയ വാദമൊക്കെ ആയിട്ട് വന്നു. അന്നൊക്കെ ഈ വാദം പ്രതിവാദം നിസ്സാരമല്ല, രാജാവ് കൊന്നുകളയും വിശ്വാസത്തിനെതിരെ നിന്ന. അവസാനം ട്രിനിറ്റിയെ പ്രചരിപ്പിക്കാൻ ആരംഭിച്ച അത്താനാസ്യൂസിനെ നാട് കടത്തി. എന്നാൽ അങ്ങനെയൊക്കെ ഡിബേറ്റ് കഴിഞ്ഞാൽ ഇനി ഇവിടെ കാണലല്ല, ഇത് അംഗീകരിച്ചോണം. അത്തനേഷ്യസ് പോയി, നാളുകൾ ഒളിച്ചിരിക്കുക. ഈ ചക്രവർത്തിക്ക് തന്നെ തോന്നി ഇയാളെ തിരിച്ചു കൊണ്ടുവരണം. പക്ഷേ ഇവിടെയും കൊണ്ട് ട്രിനിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരിളകും. ട്രിനിറ്റി ഒന്നും ഇവിടെ വേണ്ട. അരിയൂസ് വാദം അങ്ങ് തലപൊക്കി. അവസാനം അത്തനാസ്യൂസ് ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ അദ്ദേഹത്തിനൊരു ദൂതൻ മുഖാന്തരം കോൺസ്റ്റൻറ്റൈനൊരു സന്ദേശം കൊടുത്തു. അത്തനാസ്യൂസ്, നീ ട്രിനിറ്റി ഉപേക്ഷിക്കണം, എന്നിട്ട് ഈ യൂണിറ്റേറിയൻ ഫെയ്ത്ത് അംഗീകരിക്കണം. എനിക്കിനോട് കാര്യവും ബഹുമാനമൊക്കെയാണ്, പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ സംഭവിക്കുക എന്താണെന്നറിയണ്ടേ. ഓ അത്താനാസ്യൂസ്, the whole world is against you. അപ്പോൾ നമ്മൾ അവിടെ ഈ ഒരു കാര്യം അവിടെ കണ്ടു. ഈ ഒരു കാര്യത്തെപ്പറ്റി ഞാനും കൂടുതൽ മുമ്പേ റിസർച്ച് ചെയ്തിട്ടില്ലായിരുന്നു. ഇദ്ദേഹം ഈ ഒരു നൈസ്യയിലുണ്ടായ ആ ഒരു വാദത്തെ പറ്റി പറയുമ്പോൾ നമ്മൾക്കിതേ പറയാനുള്ളൂ. ഒരു രാജാവ്, ഒരു ചക്രവർത്തി, അദ്ദേഹത്തിന് ബിസാന്റീൻ എംപയറും ആയിട്ട് ഒരു പുതിയ ഒരു ഒരുമിച്ചുള്ള ഒരു പുതിയ എംപയറിനെ ക്രിയേറ്റ് ചെയ്യേണ്ടപ്പം അദ്ദേഹത്തിന് മനസ്സിലായി കൂടുതലും ആൾക്കാർ ക്രിസ്തീയ വിശ്വാസത്തിലായിരുന്നു. ആ കൂടുതലും ആൾക്കാരെ ഒരുമിച്ച് ബന്ധിപ്പിക്കാൻ വേണ്ടി അവർക്ക് അദ്ദേഹത്തിന് ഒരു പുതിയ ഒരു ഐഡിയോളജിയുടെ ആവശ്യമുണ്ടായിരുന്നു. ആ ഐഡിയോളജിക്ക് തക്കതായ ഒരു മതം, ആ മതത്തെ സൃഷ്ടിക്കുവാൻ വേണ്ടി കോൺസ്റ്റന്റൈൻ ആ സമയത്ത് കുറച്ച് പോപ്പുലർ ആയിട്ടിരുന്ന ഐഡിയോളജീസിനെ എല്ലാം വിളിച്ചു കൂട്ടി. അതിനകത്ത് രണ്ട് മേജർ ഐഡിയോളജീസ് ആ സമയത്ത് ട്രിനിറ്റേറിയനിസമും പിന്നെ ഈ ആരിയൂസിന്റെ യൂണിറ്റേറിയൻ ഫെയ്ത്തും ആയിരുന്നു. അപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ വിഷയം, കോൺസ്റ്റന്റൈന്റെ വിഷയം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് വേണ്ടത് ഒരു സ്യൂട്ടബിൾ, അദ്ദേഹത്തിന്റെ എംപറർ ആകാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ആ ഒരു കിങ്ഡമിനെ സൂട്ട് ചെയ്യുന്ന ഒരു റിലിജനെ ക്രിയേറ്റ് ചെയ്യുകയായിരുന്നു. പിന്നെ അദ്ദേഹം മുൻപോട്ട് പറഞ്ഞു പോയപ്പം അദ്ദേഹം പറഞ്ഞു, ഇത് കോൺസ്റ്റന്റൈന്റെ കാലത്ത് തന്നെയാണ് പിന്നെ അരിയൂസ് കയറി വന്നത്. അവിടെ ഒരു ചെറിയ ചരിത്രപരമായ മിസ്റ്റേക്ക് ഉണ്ട്. ഞങ്ങളത് റിസർച്ച് ചെയ്തപ്പോൾ അത്തനേഷ്യസ് എന്നാണ് എക്സൈലിൽ അല്ലെങ്കിൽ ഒളിവിൽ പോകേണ്ട കാലഘട്ടം 356 മുതൽ 362 AD വരെയാണ്. അത് എംപറർ കോൺസ്റ്റാന്റിയസ്, അത് കേൾക്കുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റൈൻ പോലെ നമുക്ക് തോന്നുമെങ്കിലും എംപറർ കോൺസ്റ്റാന്റിയസ് എന്ന ആ ഒരു എംപററിന്റെ സമയത്താണ് പിന്നെ ആ വിഷയം ഉണ്ടായത്. പിന്നെയും അരിയൂസിന്റെ ആ ഒരു ഐഡിയോളജി കയറി വരികയും ചെയ്തത്. അപ്പൊ നമുക്കറിയാം ഇതെല്ലാം ഫൈനലൈസ് ആയപ്പെടുന്നത് 380 AD വരെയാണ് ഈ നൈസീൻ ക്രീഡ് പോലും ഫൈനലൈസ് ആകുന്നത്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് പല ചക്രവർത്തി വരികയും പോകുകയൊക്കെ ചെയ്തു. അപ്പോൾ ഇന്ന് ആദ്യത്തെ ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ജോസ് പാസ്റ്ററോടിനാണ്. അങ്ങനെ അവർ ചർച്ച ചെയ്ത് അവരിലുണ്ടായ ആ ചർച്ചകളിലുള്ള കാര്യങ്ങളൊക്കെയാണോ നമ്മൾ അന്വേഷിക്കേണ്ടത്, അതോ നമ്മൾ നോക്കേണ്ടത് അപ്പോസ്തോലന്മാരുടെ വിശ്വാസം എന്തായിരുന്നു എന്നാണ് നമ്മൾ നോക്കേണ്ടത്? ഇന്ന് ട്രിനിറ്റേറിയൻസ് ആ ഒരു വിഷയത്തെ പറ്റി പറയുകയും അവർ ഏറ്റവും വലിയ 90% ട്രിനിറ്റേറിയൻസ് ആണെന്ന് പറയുകയും അതിൻ്റെ മേളിൽ അവർ വളരെ പ്രൗഡായി ഫീൽ ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു വിശ്വാസത്തിൽ വളരെ ചുരുക്കം ആൾക്കാരുള്ളവർ എങ്ങനെയാണ് ഇതിനെ
ഡിഫെൻഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഞാൻ പാസ്റ്റർ ജോസ് വർഗീസിനോട് ചോദിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. വളരെ നല്ലൊരു ചോദ്യമാണ്. ആദ്യം ഞാൻ അതിന്റെ ആമുഖത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ ക്വസ്റ്റ്യന്റെ അവസാന ഭാഗത്ത് നിന്ന് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു സത്യ ക്രിസ്ത്യാനിക്ക് അല്ലെങ്കിൽ യഥാർത്ഥ ബൈബിൾ വചനത്തിന്റെ ആധാരമായി പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഈ ട്രിനിറ്റി അല്ലെങ്കിൽ യൂണിറ്റേറിയം നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം അത് ഒന്നാമത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന വേ ഓഫ് ലൈഫ് അതിന്റെ ഒരു ഭാഗം പോലുമല്ല ഈ യൂണിറ്റേറിയനിസവും ട്രിനിറ്റേറിയനിസവും. ഞാനത് പറയാൻ കാരണം ബ്രദറിന്റെ ആദ്യത്തെ ചോദ്യത്തിൽ തന്നെയുണ്ട്. അപ്പസ്തോലിക് ഫെയ്ത്ത് നോട്ട് ഈക്വൽ ടു ഏരിയനിസം, അപ്പസ്തോലിക് ഫെയ്ത്ത് നോട്ട് ഈക്വൽ ടു ട്രിനിറ്റേറിയനിസം. അപ്പസ്തോലിക് ഫെയ്ത്ത് സ്റ്റാൻഡ് അലോൺ, അത് ആ ഒരു കാഴ്ചപ്പാട് ഇന്ന് വരെയും ഈ മെയിൻ സ്ട്രീം ചർച്ചസ് കാത്തലിക് മുതൽ പെന്റകോസ്റ്റൽ വരെയോ അല്ലെ ബ്രദറൻ വരെയോ ഈ അപ്പസ്തോലിക് ഫെയ്ത്ത് യഥാർത്ഥമായിട്ടുള്ള അപ്പസ്തോലിക് ഫെയ്ത്തിനെ അവർ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതിൽ അവർ ഫെയിൽ ആയി പോയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ എൻ്റെ ഒരു അറിവിൽ മനസ്സിലാക്കിയതിൻ്റെ ഒരു കാര്യം, അപ്പസ്തോലിക് ഫാദേഴ്സ് അല്ലെങ്കിൽ അപ്പസ്തോലിക പിതാക്കന്മാരുടെ കാലശേഷം ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഡിസൈപ്പിൾഷിപ്പ് അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ ഡിസൈപ്പിൾസ്, അവരുടെ ഡിസൈപ്പിൾസ്, അവരുടെ ഡിസൈപ്പിൾസ്. ഇപ്പോ എവിടെയാണ് ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരിട്ട് ദൈവത്തിൽ നിന്ന് വെളിപ്പാടില്ലാത്തവർ അവരുടെ ജനറേഷൻ ആരംഭിക്കുമ്പോൾ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു റെവലേഷൻ ഉള്ള ഒരു സെറ്റ് ഓഫ് പീപ്പിൾ, അതിനുശേഷം അവരുടെ ആ തലമുറയിൽ അവരുടെ യങ്സ്റ്റേഴ്സ് ആയിരിക്കുന്ന ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാൽ പൗലോസിനെ തിമോത്തിയോ അല്ലെങ്കിൽ ഫിലമോനോ സിൽവാനോസോ ഒക്കെ പോലെ അവർക്ക് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട്. അല്ലെങ്കിൽ ഇവരുടെ ആ സമകാലികര, പൗലോസ് കുറച്ച് ഏജിലാണെങ്കിൽ ആ സമയത്ത് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട്. അവരുടെ ഫെയ്ത്ത് ഓൾമോസ്റ്റ് അവര് ഈ അപ്പോസ്തലിക് ഫെയ്ത്ത് കണ്ടും അതിനോട് വളർന്നും വന്നവരാണ്. പിന്നീട് അവരുടെ അടുത്തൊരു ജനറേഷൻ വരുമ്പോഴും കാര്യമായ ഒരു വിശ്വാസത്തിന്റെ ചേഞ്ച് ഇല്ലാതെ മുന്നോട്ട് പോകും. പിന്നെ അടുത്തൊരു സെക്കൻഡ് തേർഡ് ഫോർത്ത് ജനറേഷനിലേക്ക് വരുമ്പോഴേക്കും ഈ യഥാർത്ഥമായ ദൈവിക വെളിപ്പാടുകൾ സാധാരണഗതിയിൽ തന്നെ നഷ്ടപ്പെട്ടു പോകും. അത് നമ്മുടെ പിതാക്കന്മാരുടെ എടുത്താലും അതെ, നമ്മുടെ ഗ്രാൻഡ് ഫാദേഴ്സ് ടു ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഫാദേഴ്സിന്റെ ഒരു വിശ്വാസത്തെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലിനെ കുറിച്ചോ ഒക്കെ നമ്മൾ ആളുകൾ പറഞ്ഞുള്ള ഒരു അറിവ് മാത്രമേ നമുക്ക് കിട്ടൂ. കാരണം ഇവരുടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ദൈവം അല്ലെങ്കിൽ നമ്മള് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യർ 8 പറയുന്നത് പോലെ പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ എന്ന് പറയുമ്പോൾ, ഈ പിതാവായ ഏക ദൈവം എന്ന് പറയുന്ന ആ ഏക ദൈവത്തെ ഇവര് വിവക്ഷിക്കാൻ ശ്രമിക്കുന്നത് ഏതാണ്ട് കോൺസ്റ്റന്റീനിയന്റെ കാലത്തെ ഉണ്ടാക്കിയെടുത്തിട്ട് ട്രിനിറ്റിയുടെ ഫോർമാറ്റിലാണ്. അവിടെ ഇവര് കാണാൻ ശ്രമിക്കുന്നത്, ഇവർക്ക് ഏകദേശം ആ സമയത്തേക്ക് മാനുസ്ക്രിപ്റ്റുകൾ കിട്ടിയിട്ടുണ്ടെന്ന് വേണം നമുക്ക് കരുതാൻ. കാരണം ഓൾമോസ്റ്റ് ഒരു പ്രിന്റിങ്, ഒരു ബുക്ക്, ഒരു ബൈബിൾ ഒരു ബുക്കാക്കി എടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാനുസ്ക്രിപ്റ്റുകളുടെ കളക്ഷനും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളും ക്രോഡീകരണത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഓൾമോസ്റ്റ് നടന്നിട്ടുണ്ട്. കാരണം ഹിസ്റ്റോറിക്കലി ഓൾമോസ്റ്റ് ഒരു 400 കാലഘട്ടങ്ങളിൽ ബൈബിളിന്റെ കോപ്പി, ബൈബിൾ എന്നുള്ള നിലയിൽ ബുക്ക് ഓഫ് ബുക്സ് എന്ന പേരിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. അവിടെയാണ് ഇവർക്ക് പ്രശ്നങ്ങൾ ഉളവായി തുടങ്ങിയത്. ഇവിടെ പ്രത്യേകിച്ച് ഗോസ്പൽസിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ ഗോസ്പൽസിലേക്കൊക്കെ വരുമ്പോൾ, അവിടെ ഇവരുടെ ബുദ്ധി കൊണ്ട് ഇവർ നോക്കുമ്പോൾ, അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, ബുദ്ധി കൊണ്ട് തിരുവെഴുത്തുകളെ പരിശോധിക്കാൻ ശ്രമിക്കുന്നവർക്കെല്ലാം അവിടെ ഒരു 2-3 എൻറ്റിറ്റികളെ ഉണ്ടാക്കിയെടുത്തേ പറ്റുള്ളൂ. 2-3 എൻറ്റിറ്റികൾ ഉണ്ട് അവിടെ. ഫാദർ ഉണ്ട്, സൺ ഉണ്ട്, ഹോളി സ്പിരിറ്റ് ഉണ്ട്. ഇവരെ എല്ലാം ഒരു എന്താ പറയുക, ഒരു മസ്കുലിൻ ജെൻഡറിലാണ് ബൈബിൾ സമീപിക്കുന്നത്. അവൻ എന്നുള്ളൊരു ജെൻഡറിലാണ് സമീപിക്കുന്നത്. പിതാവെന്ന് അവനെന്ന് വിളിക്കുന്നുണ്ട്, പുത്രനെ അവനെന്ന് വിളിക്കുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ അവനെന്ന് വിളിക്കുന്നുണ്ട്. ഈ എൻറ്റിറ്റികളെ ഇവര് മനുഷ്യന്റെ തല കൊണ്ട് മനുഷ്യന് സമമായ വ്യക്തിത്വങ്ങളുള്ള 3 വ്യക്തികളായി ഇവർ അവതരിപ്പിക്കാൻ ശ്രമിച്ചു തുടങ്ങിയിടത്തു നിന്നാണ് എൻ്റെ ഒരു നോളജിൽ നിന്നും ട്രിനിറ്റി എന്ന് പറയുന്ന ഒരു കാര്യത്തെ ഇവർക്ക് കൊണ്ടുവരേണ്ടി വന്നത്. അതേസമയം സകല പ്രപഞ്ചത്തിലും നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവം, ആത്മാവായ നിറഞ്ഞു നിൽക്കുന്ന ആ ദൈവത്തിന് മനുഷ്യന്റെ തലച്ചോറ് കൊണ്ട് ഒരു ക്രിസ്തുവിനുള്ളതുപോലെ ഒരു ഇമേജ് ഉണ്ടാക്കി നടത്തുന്നതാണ് ഈ പ്രശ്നങ്ങളുടെ ആരംഭം വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ആര്യന്റെ വാദവും പിന്നെ
അത്നേഷ്യസിന്റെ വാദവും പിന്നീട് അതിനെ പിന്തുടർന്ന് വന്ന് മെയിൻ സ്ട്രീം സഭകളെല്ലാം പിന്നീട് കൊണ്ടുവന്ന ഓരോ സഭാപിതാക്കന്മാർ, ആ കാത്തലിക് അന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം AD 325 ശേഷം വന്നിരിക്കുന്ന എല്ലാ ബിബ്ലിക്കൽ ഫാദേഴ്സിനെയും നമ്മൾ പരിശോധിക്കുമ്പോൾ അത് ചർച്ച് ഫാദേഴ്സ് ആണ്. അത് അപ്പസ്തോലിക് ഒരു ഫെയ്ത്തിന്റെ പിന്മുറക്കാരല്ല എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ അപ്പസ്തോലിക് ഫെയ്ത്ത് പിന്തുടരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് വിശ്വാസധാരയും, ഏരിയൻ വിശ്വാസധാര, യൂണിറ്റേറിയൻ വിശ്വാസധാരയായാലും ട്രിനിറ്റേറിയൻ വിശ്വാസധാര, ഈ രണ്ട് സ്ട്രീമുകളും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നോൺ ബിബ്ലിക്കലാണെന്ന് പറയേണ്ടി വരും. കാരണം ഇവർ രണ്ടുപേരും ദൈവത്തിന്റെ എൻറ്റിറ്റിയിൽ യേശുക്രിസ്തുവിനെ ഒരാളൊരു ക്രിയേറ്റർ ആയിട്ട് കാണിക്കുന്ന അല്ലെങ്കിൽ ഒരു ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ദൈവത്തിന്റെ സൃഷ്ടി എന്നുള്ള നിലയിൽ അവിടെ പരാമർശിക്കുന്നുണ്ടെങ്കിൽ, ട്രിനിറ്റേറിയനിലേക്ക് വരുമ്പോൾ 3 ഈക്വൽ ദൈവങ്ങളെയാണ് അവർ കൊണ്ടുവരുന്നത്. എന്നാൽ ബൈബിളിൽ എവിടെയും നമുക്കൊരു 3 ദൈവങ്ങൾ ഉള്ളതായിട്ടില്ല. ബൈബിളിൽ യേശുക്രിസ്തു ഒരു മിനി ദൈവമായിട്ടും പരാമർശിച്ചിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു കാര്യം ആർക്കെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അപ്പസ്തോലന്മാർക്ക് ഉണ്ടായിരുന്ന അതേ വെളിപ്പാട്, അവരിൽ വ്യാപരിച്ചിരുന്ന ക്രിസ്തുവിന്റെ ആത്മാവ് പ്രാപിക്കാതെ ഒരിക്കലും ഇതിനെ ശരിയാവണ്ണം ഇന്റർപ്രറ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു ഐഡിയ ആണ്, ഒരു ആശയമാണ് എനിക്ക് പറയാനുള്ളത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതിനകത്ത് ഒരു കാര്യം കൂടെ ഞാനിപ്പോ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അദ്ദേഹം തന്നെ പറഞ്ഞു യേശു ഒരു ജൂനിയർ ആണെന്ന് മറ്റേ അവര് പറയുന്നു, ജൂനിയർ ദൈവമാണെന്ന്. പക്ഷെ അവരങ്ങനെയല്ല പറയുന്നത്, അവർ എ ഗോഡ് എന്നാ പറയുന്നത്. എ ഗോഡ് എന്ന് പറയുമ്പോൾ മനുഷ്യനായിട്ട് തന്നെയാണ് അവർ കമ്പയർ ചെയ്യുന്നത്. പക്ഷെ ട്രിനിറ്റേറിയനിസത്തിന്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു തൃത്വത്തിൽ രണ്ടാമൻ എന്നാണ് വളരെ വ്യക്തമായിട്ട് പറയുന്നത്. അപ്പോൾ യേശു എങ്ങനെയാണ് അവർക്ക് ആദ്യത്തെയോ അല്ലെങ്കിൽ ഏക ദൈവത്തിന്റെ ഭാഗമായി തീരുന്നത് എന്ന് നമുക്ക് ആലോചിക്കാമല്ലോ. അവര് തന്നെ പറയുന്നതിനകത്ത് അവർക്ക് ഒരു ഉറപ്പില്ല. അവര് സെക്കൻഡ് ഇൻ ദ ട്രിനിറ്റി എന്നാ അവര് പറയുന്നത്. കറക്റ്റ്. അപ്പം ആ ഒരു കാര്യവും നമ്മൾ കണ്ടു. അടുത്ത ചോദ്യം ഞാൻ കാണിക്കുന്നതിന് മുമ്പേ ഒരു വീഡിയോയുടെ ഭാഗം കൂടെ കണ്ടിട്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടന്നു പോകാം. ആഴവും പരപ്പും ചികഞ്ഞ് പഠിച്ചവതരിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ ബോധവൽക്കരിച്ചപ്പോൾ ചിത്രം മാറി. ഇന്ന് ക്രിസ്ത്യാനിത്വത്തിൻ്റെ 90% ആളുകളും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിയേക സത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്. യൂണിറ്റേറിയന്മാർ, യഹോവ സാക്ഷികളും അതുപോലെ മറ്റേ വണ്ണസ് പെന്തക്കോസ്റ്റൽസും ആയി ചുരുങ്ങി. കേട്ടല്ലോ. അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയല്ല. പകരം എന്താണെന്ന് ചോദിച്ചാൽ അവർ പറയാം അതൊരു ശക്തിയാണ്. വിശേഷിച്ച് യഹോവ സാക്ഷികൾ ശക്തിയാണെന്ന് പറയാൻ അവിടെ ഒരു കൃത്രിമം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരുടെ ബൈബിൾ പരിശോധിക്കുക. എൻ്റെ പേര് ന്യൂ വേൾഡ് ട്രാൻസ്ലേഷൻ, പുതിയ ലോക ഭാഷാന്തരം. നെറ്റ് കിട്ടും, അല്ല ഒരു കോപ്പി അവരോട് വാങ്ങിച്ചാൽ മതി. അതിൽ എഴുതിയിരിക്കുകയാണ് നമ്മുടെ ഉൽപ്പത്തിയിൽ, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് വൈബ്രേറ്റിംഗ് അപ്പോൺ ദ വാട്ടർ. ദൈവത്തിൻ്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അവരുടെ ബൈബിൾ നോക്കിയാൽ കാണും, ദൈവത്തിൻ്റെ ആത്മാവെന്നൊരു അക്ഷരം കാണത്തില്ല, ഒരു വാക്കും കാണത്തില്ല. ദ ആക്റ്റീവ് ഫോഴ്സ് ഓഫ് ഗാഡ് വൈബ്രേറ്റിംഗ് അപ്പോൺ ദ വാട്ടർ. ആക്റ്റീവ് ഫോഴ്സ്. പരിശുദ്ധാത്മാവർക്ക് ആരാണ്? ക്രിയാത്മക ശക്തി. ഇവിടെ മൂലം നമുക്ക് കാര്യങ്ങളെ ചിന്തിച്ചു തുടങ്ങാം. അപ്പം നമ്മളിവിടെ എത്തി ന്യൂമറ്റോളജി. ന്യൂമറ്റോളജി മീൻസ് എ സ്റ്റഡി ഓർ അനാലിസിസ് അബൌട്ട് ഹോളി സ്പിരിറ്റ്. ഹോളി സ്പിരിറ്റിന് ഗ്രീക്കിൽ പറയുന്ന പേരാണ് ന്യൂമറ്റോസ്. ഓക്കെ, ന്യൂമറ്റോസ്, PNU, അതാ ന്യൂമറ്റോസ്. ഇതിന് ഹീബ്രുവിൽ പറയുന്ന പേരാണ് റൂഹ, പരിശുദ്ധ റൂഹ. ഓക്കെ, റൂഹ എന്ന് ഓൾഡ് ടെസ്റ്റമെൻറ്റിലും
ന്യൂമ എന്ന് ന്യൂ ടെസ്റ്റമെൻറ്റിലും കാണുന്നു പരിശുദ്ധാത്മാവിനെ. അതിന് ആവി, കാറ്റ് എന്നുമൊക്കെയും പരിഭാഷയുണ്ട്. പരിശുദ്ധാത്മാവ് ആരാണ്, എന്താണ്? ആദ്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. അത് ശക്തിയാണെന്ന് പറയേണ്ടതില്ല, കാരണം വ്യക്തിക്ക് ശക്തിയുണ്ട്. നമ്മളൊരു വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് ശക്തിയുണ്ട്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ശക്തി മാത്രമായി ചുരുക്കി കണ്ടാൽ ഇല്ലാത്തതിനും ശക്തിയുണ്ട്. ഇപ്പം എനർജി എല്ലാം ഇല്ലേ, അതിന് ജീവനില്ലല്ലോ, അത് ശക്തിയല്ലേ. സൂര്യന് ശക്തിയില്ലേ, അന്ന് വരുന്ന എനർജി ലഭിക്കുന്ന ഇടത്തെല്ലാം ശക്തിയുണ്ട്. പക്ഷെ വ്യക്തിക്ക് ശക്തിയുണ്ട്, ആ വ്യക്തിയാണ് പരിശുദ്ധാത്മാവ്. അതിൻ്റെ പരിശുദ്ധാത്മാവിനെ പെർസോണിഫൈ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് പറയാം. ഞാൻ പോയ ശേഷം സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ പിതാവ് നിങ്ങളോടുകൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് അയച്ചു തരും. അവൻ സകല സത്യത്തിൽ നിങ്ങളെ അവൻ അപ്പോൾ നമ്മൾ അവിടെ കണ്ടു, പാസ്റ്റർ അനിൽ കൊടിത്തോട്ടം പരിശുദ്ധാത്മാവിനെ സംസാരിക്കുമ്പോൾ അവൻ എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ അദ്ദേഹം സദൃശ്യവാക്യങ്ങളിലെ 8-ാമത്തെ അധ്യായത്തിൽ ദൈവത്തിന്റെ ജ്ഞാനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അവൾ എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവത്തിന്റെ ജ്ഞാനം അവളായപ്പം അവൾ ഒരു സ്ത്രീ ആയിത്തീരും. പരിശുദ്ധാത്മാവ് ഒരു അവനായതുകൊണ്ട് ഒരു പുരുഷന്റെ പോലെ ഒരു 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 എന്താ പറയുന്നത്, ഒരു മസ്ക്യുലിനിറ്റി എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ പുരുഷനെ പോലെ ആയിത്തീരും. അപ്പം ഇത് ഒക്കെ എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? വചനത്തിൽ നമ്മൾ കാണുമ്പോൾ പഴയ നിയമത്തിൽ പോലും പറയുന്നുണ്ട്. യെരമ്യാ പ്രവചനം അതിന്റെ 31-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു പുതിയ നിയമം ഇസ്രായേലിനോട് ചെയ്യുന്ന കാലം വരും, ഞാൻ അവരിൽ വസിക്കുമെന്നാ പറയുന്നത്, ഞാൻ എൻ്റെ ജനത്തിൽ വസിക്കുമെന്നാ പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നത് നിങ്ങളുടെ ശരീരം ദൈവത്തിന്റെ ആത്മാവിന്റെ ആലയമല്ലയോ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ അവൻ എന്ന് പറയുന്നത് കൊണ്ട് മാത്രം പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായിട്ടൊരു ഒരു വ്യക്തിക്കകത്ത് വസിക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യമാണ് അടുത്തത് ഞാൻ പാസ്റ്റർ രാജു ഡാനിയലിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ പ്രോവർബ്സ് 8-ന്റെ കാര്യങ്ങൾ ഒന്ന് വിശുദ്ധീകരിക്കുക. നമ്മൾ എങ്ങനെയാണ് പരിശുദ്ധാത്മാവിനെ കാണുന്നത്? വേറൊരു ആത്മാവിനെ പോലെയാണോ എന്ന് കാണുന്നത്? അവൻ എന്ന് പറയുന്നത് കൊണ്ട് ആത്മാവിന് ലിംഗം ഉണ്ടാകുവാൻ സാധ്യതയുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ. സ്തോത്രം. പരിശുദ്ധാത്മാവ് ശക്തിയാണോ, അത് വ്യക്തിയാണെങ്കിൽ അവനാണോ എന്നുള്ളതായിരിക്കുന്ന വിഷയത്തോട് അനുബന്ധിച്ച് നാം ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ചിലർ അതിനെ ശക്തിയായും ചിലരതിനെ വ്യക്തിയായും കാണും. നമ്മൾ ആഴമായി അത് നമ്മൾ പഠിച്ചു വരുമ്പോൾ ദൈവം ആത്മാവാകുന്നു എന്നും ആത്മാവാണ് സകലതും സൃഷ്ടിച്ചതെന്നും നാം വായിക്കുന്നു. ദൈവ ആത്മാവാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ സഭയെക്കുറിച്ച് പറയുമ്പോൾ ക്രിസ്തുയേശു തന്റെ മൂലക്കലായിരിക്കെ അപ്പോസ്തോലന്മാർ, പ്രവാചകന്മാർ എന്ന അടിസ്ഥാനത്തിന്മേലാണ് സഭ പണിതു വരുന്നത്. അതിൽ പത്രോസ് എഴുതിയ ലേഖനത്തിൽ 1:10-11 വായിക്കുമ്പോൾ ഈ പ്രവാചകന്മാരിലും ഇരുന്നത് ക്രിസ്തുവിന്റെ ആത്മാവെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ദൈവം ആത്മാവാകുന്നു എന്നിവിടെ പറയുമ്പോൾ പ്രവാചകന്മാരിൽ വ്യാപരിക്കപ്പെട്ട ആത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവെന്ന് പറയുന്നു. എന്നാൽ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാനിലേക്ക് വരുമ്പോൾ, അതുപോലെ യെശയ്യാ പ്രവചനത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറയുന്നത് ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാണ് എന്നും
പിതാവിന്റെ ആത്മാവ് എന്നിൽ വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ പ്രവൃത്തികളൊക്കെയും ചെയ്യുന്നത് എന്ന് പറയുകയാണ്. അത് പ്രവചന സൂക്തങ്ങളിലേക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ലൂക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നെക്കുറിച്ച് പ്രവാചക പുസ്തകത്തിൽ സങ്കീർത്തനങ്ങളും മോശ പുസ്തകങ്ങളിലും എഴുതിയിരിക്കുന്നു. ആ പ്രവാചക പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് 11-ാം അധ്യായം 2-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ യെശയ്യാ പ്രവചനം, യെശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടിപ്പുറപ്പെടും, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും എന്നാണ്. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, പിതാവ് എന്നിൽ വസിക്കുന്നു, പിതാവിന്റെ ആത്മാവിനെ എന്നിൽ വസിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൽ ഇരുന്നത് യഹോവയുടെ ആത്മാവാകുന്നു എന്ന് യെശയ്യാ പ്രവചനം നമ്മൾ 60 വായിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ എന്നെ അഭിഷേകം ചെയ്യുകൊണ്ട് അവന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അപ്പൊ യേശുക്രിസ്തുവിൽ ഇരുന്നത് യഹോവയുടെ ആത്മാവാകുന്നു എന്നും അപ്പോസ്തോലന്മാരിലൂടെ ഇരുന്നത് പ്രവാചക സൂക്തങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തമായിരിക്കുന്ന യോവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എന്റെ ആത്മാവ് എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആ എന്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ആ പ്രവചന സൂക്തത്തിൽ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തമാണ്. ആ പിതാവിന്റെ വാഗ്ദത്തത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് യഹോവയുടെ ആത്മാവെന്ന് ആണ് അതിനകത്ത് രേഖപ്പെടുത്തിയത്. അപ്പോൾ അപ്പോസ്തലന്മാരിൽ ഇരുന്നത് യഹോവയുടെ ആത്മാവാകുന്നു എന്ന് പറയുന്നു. അപ്പോൾ തന്നെ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല എന്ന് പറയുമ്പോൾ യേശു ക്രിസ്തുവിന്റെ ആത്മാവാണ് അവരിൽ വസിച്ചിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്നാൽ യേശുക്രിസ്തു പറയുന്നത് കാര്യസ്ഥൻ എന്ന സത്യത്തിന്റെ ആത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കുമെന്ന് പറയും. അപ്പോൾ ഇവിടുത്തെ ആകെത്തുക എന്ന് പറയപ്പെടുന്നത് ഈ പിതാവിന്റെ ആത്മാവ് തന്നെയാണ് യേശുക്രിസ്തുവിൽ ഇരുന്നതെന്നും യേശുക്രിസ്തുവിന്റെ ഇരുന്ന ആത്മാവ് തന്നെയാണ് അപ്പോസ്തലന്മാരിൽ ഇരുന്നത്, അല്ലെങ്കിൽ യഹോവയുടെ ആത്മാവ് തന്നെയാണ് ഈ അപ്പോസ്തലന്മാരിൽ ഇരുന്നതെന്നും യഹോവയുടെ ആത്മാവ് തന്നെയാണ് അപ്പോസ്തലന്മാരിൽ ഇരുന്നതെന്നും നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ലേഖനങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒന്ന് കൊരിന്ത്യ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യം വായിക്കുമ്പോൾ എങ്കിലും എല്ലാവരിലും എല്ലാം പ്രവർത്തിക്കുന്ന ഒരാത്മാവാകുന്നു എന്നാണ്. അപ്പൊ ദൈവം തന്നെയാണ് ഈ 3 വിധ കാലഘട്ടങ്ങളെ പ്രതിനിധീകരിച്ചുകൊണ്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാലങ്ങൾ 1, 2, 3 പറയാതെ തന്നെ കർത്താവ് പറഞ്ഞു, ദാവീദ് പരിശുദ്ധാത്മാവിൽ എന്നെ കർത്താവ് എന്ന് വിളിക്കുന്നു എന്നാണ്. നമ്മൾ തിരുവചനം വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ അല്ലാതെ യേശുവിനെ കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല എന്നാണ്. അപ്പം പഴയ നിയമത്തിൽ ദാവീദിൽ പരിശുദ്ധാത്മാവ് ഇരുന്നു എന്നും അത് പത്രോസ് അപ്പോസ്തലന് വെളിപ്പെട്ടത് അവരിലുള്ള ക്രിസ്തുവിന്റെ ആത്മാവെന്നാണ്. ആ പ്രവാചകനായിരിക്കുന്ന അല്ലെങ്കിൽ ഈ ദാവീദിന്റെ മേൽ വ്യാപരിച്ചിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു എന്ന് അപ്പോസ്തലന് വെളിപ്പെട്ടു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആത്മാവ് ഒന്നാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ അവനെന്ന് പറയുമ്പോൾ ഈ വ്യത്യസ്തത ഈ വ്യക്തികളാണ് എന്നുള്ള ആ വേർതിരിവുണ്ടോ എന്ന് ഒന്ന് പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആർക്കാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്? ഇത് എങ്ങനെ എഴുതിയിരിക്കുന്നു എന്നോ അല്ലെങ്കിൽ ഇത് ആത്മീകമായി വ്യാഖ്യാനിക്കപ്പെടുമ്പോൾ അതിൽ അർത്ഥങ്ങൾ വ്യത്യസ്തത വരാതെ എങ്ങനെയാണ് ദൈവം അതിനെ കാലാകാലങ്ങളിൽ അത് കൂട്ടിച്ചേർത്തിരിക്കുന്നു എന്നുള്ളത് ശരിയായി അറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തിരുവെഴുത്തുകളെ ശരിക്കും പരിശോധിക്കാത്തത് കൊണ്ടാണ് ഈ അബദ്ധങ്ങൾ സംഭവിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതുകൊണ്ട് ഈ അപ്പോസ്തല പ്രവൃത്തി 2:38 അല്ല 2-ാം അധ്യായത്തിൽ വ്യാപരിക്കുന്നത് യഹോവയുടെ ആത്മാവാകുന്നുവെന്ന് യേശു പറയുകയാണ്. 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്ത പ്രകാരമാണ്. ആ ആത്മാവ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നു അവരിലുള്ളത് ക്രിസ്തുവിന്റെ ആത്മാവാകുന്നു എന്നാണ്. അപ്പോൾ ക്രിസ്തുവേശു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ അടിസ്ഥാനത്തിന്മേൽ സഭ വരുമ്പോൾ ആ സഭയുടെ അധ്യക്ഷനായി പഴയ നിയമത്തിൽ യഹോവയായി നാം കാണുന്നത് തന്നെയാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവായിരിക്കുന്നത്.
ആ ക്രിസ്തു തന്നെ ആത്മാവായിരിക്കുമ്പോൾ അതിനെ പരിശുദ്ധാത്മ ഹോളി ഹോസ്റ്റ് നമ്മൾ പറയുന്നു. അതുകൊണ്ട് ഈ അവൻ എന്നുള്ള പദം കൊണ്ടോ അവൾ എന്ന പദം കൊണ്ടോ എന്താണ് വിവക്ഷിക്കുന്നു എന്ന് നമ്മൾ സദൃശവാക്യത്തിൽ അവളെ കുറിച്ച് പറയുമ്പോൾ ജ്ഞാനത്തെ കുറിച്ച് അവിടെ പ്രഖ്യാപിക്കുക. അപ്പോൾ തന്നെ ആ ജ്ഞാനം എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്നുവെന്നും ആ ജ്ഞാനത്താലാണ് സകലവും സൃഷ്ടിച്ചതെന്നും ആ സൃഷ്ടികർത്താവ് ദൈവമാണെന്നും ദൈവത്തിൽ ആണ് സകല ജ്ഞാനവും ഇരിക്കുന്നത് എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ് 111:11. യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു എന്ന്. അത് ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് എന്ന് നമുക്ക് കാണുന്നുണ്ട്. അപ്പൊ ദൈവത്തിൽ നിന്നാണ് സകല ജ്ഞാനവും പുറപ്പെടുന്നത്. ആ ദൈവം തന്നെയാണ് ജ്ഞാനമായിരിക്കുന്നത്. അതിനെ സഭയോടുള്ള ബന്ധത്തിൽ ജ്ഞാനമായവൾ തനിക്ക് ഒരു വീട് പണിതു, അതിന് 7 തൂൺ തീർത്തു. അപ്പൊ 7 തൂണിനെ പറ്റി നമുക്ക് അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഇത് ആർക്കാണ് അബദ്ധം പറ്റിയിരിക്കുന്നത്? ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചത് ദൈവം ബാലന്മാർക്ക് ശിശുക്കൾക്കും വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാന പൂർത്തിയായി പ്രാപിപ്പാൻ ശ്രമിക്കുക. ആ പരിജ്ഞാനം പ്രാപിച്ചില്ല എങ്കിൽ എന്റെ ജനം നശിച്ചു പോകും. അതുകൊണ്ടാണ് അവന്റെ നാമത്തിൽ പാവമോചനം എന്ന് പറയുക. ആ നാമം അതുകൊണ്ട് 10:43 അപ്പോസ്തലൻ പറയുന്നത് അവന്റെ നാമം മൂലം പാവമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് ഈ സത്യമാണ് ഇന്ന് പലർക്കും മറഞ്ഞ് കിടക്കുന്നത്. അത് ദൈവം മറച്ചു വെച്ചിരിക്കുന്നതാണോ? അതേ കണ്ടിട്ടും അത് ഗ്രഹിക്കുവാൻ അല്ലെങ്കിൽ അതിനെ സത്യത്തെ തുറന്ന് പറയുവാൻ, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ അവർക്ക് ഇഷ്ടമില്ലായ്ക കൊണ്ടാണോ എന്നുള്ളത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ദൈവവചനത്തിലെ സത്യത്തെ അറിയുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കും. താങ്ക് യു പാസ്റ്റർ. അപ്പം നമ്മൾ അവിടെ കണ്ടു, അവൻ എന്ന് പറയുമ്പോൾ പുരുഷനെ പോലെ ഒരു വ്യക്തി ആയിത്തീരുന്നില്ല അവിടെ പരിശുദ്ധാത്മാവ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിശുദ്ധാത്മാവ് യഹോവയുടെ ആത്മാവ് തന്നെ എന്ന് യോവേൽ പ്രവചനത്തിൽ പറയുന്നു. അന്ത്യകാലത്തിൽ എല്ലാ ദൈവമക്കളുടെ മേളിലും വീഴുവാൻ പോകുന്ന ആത്മാവ് യഹോവയുടെ ആത്മാവാകുന്നു. അത് തന്നെ ക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് റോമർക്ക് എഴുതിയ ലേഖനം 8:9 പറയുന്നു. അത് തന്നെ പിതാവിന്റെ ആത്മാവാണെന്ന് പറയുന്നു. അത് തന്നെ പുത്രത്വത്തിന്റെ ആത്മാവാണെന്ന് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ ഈ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവ് വേറെ വേറെ ആത്മാവല്ല. 1 കൊരിന്ത്യർ 12 പറയുന്നു ആത്മാവ് വേറെ വേറെ അല്ല, ഒരേ ആത്മാവിന്റെ പ്രവർത്തനമാണ് സകല പുത്രന്മാരിലും. പക്ഷേ ഒരു കാര്യത്തിൽ വ്യത്യാസമുണ്ട്, വരങ്ങളിൽ വ്യത്യാസമുണ്ട്. അപ്പൊ വരങ്ങളിൽ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് മറ്റൊരു കാര്യസ്ഥൻ എന്ന് വിളിക്കപ്പെടുന്നത്. അതുകൊണ്ട് അത് വേറെ ഒരു ആത്മാവോ വേറൊരു വ്യക്തിയോ ആയി തീരുന്നില്ല എന്ന് പൗലോസ് അപ്പോസ്തലൻ വരെ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഇത് സത്യം പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ എതിരായിട്ടുള്ള ഭോഷ്ക് പറയുന്നത് പോലെ ആയിത്തീരും. ഈ വ്യക്തി പറയുന്നതും വേറെ ആത്മാവെന്ന് പറയുന്നതും ഒക്കെ എല്ലാം അങ്ങനെ ആയിത്തീരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അവരറിഞ്ഞാണോ അറിയാതെയാണോ ചെയ്യുന്നത് എല്ലാം ദൈവം നിശ്ചയിക്കട്ടെ. ഇതുപോലെ തന്നെ ആ ഒരു എക്സാമ്പിൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ട്. അവൾ എന്ന് പറഞ്ഞത് കൊണ്ട് പരിജ്ഞാനം ഒരു സ്ത്രീയായി മാറുന്നില്ല, അല്ലെങ്കിൽ വേറൊരു വ്യക്തിയായ സ്ത്രീയായി മാറുന്നില്ല. അത് തന്നെ ഒരു വളരെ നല്ല എക്സാമ്പിൾ ആണ് അവിടെ കണ്ടത്. നോളജിനെ അല്ലെങ്കിൽ പരിജ്ഞാനത്തെ അവൾ എന്ന് വിളിച്ചത് കൊണ്ട് അത് ദൈവത്തിന്റെ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ നിന്ന് ഉളവാകുന്ന ആ നോളജ് അല്ലെങ്കിൽ വിസ്ഡം എന്ന് പറയുന്നത് അതിനെ അവളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തിനകത്തൊരു സ്ത്രീ ഇരുന്നുകൊണ്ട് ചെയ്യുന്ന കാര്യമാണോ? ഇതൊക്കെ എല്ലാം ഒരു 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 അത് പറഞ്ഞ പോലെ ആത്മാവില്ലാതെ ഇത് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഇവര് അതിലൊക്കെ എല്ലാം തെറ്റിപ്പോകുന്നതിൽ നിന്ന്. ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവർ ക്രിസ്തുവിനുള്ളവരല്ല. അവർക്ക് പല കാര്യങ്ങൾ എന്തായാലും പറഞ്ഞ
തട്ടുന്ന കാലിൽ തട്ടുന്ന കല്ല് പോലെ ആയിത്തീരുമെന്ന് പറഞ്ഞ ഓരോ വചനങ്ങൾ അവർക്ക് അങ്ങനെ ആയിത്തീരുന്നു. അപ്പം ഞാൻ ഒരു വചനം കൂടെ മറ്റേ അദ്ദേഹം എടുത്തു കാണിച്ച പ്രോവേർബ്സിലെ സദൃശ്യവാക്യത്തിലെ 8-ാമത്തെ അധ്യായത്തിന്റെ വാക്യത്തിൽ ആ നോളജിനെ പറ്റിയുള്ള വാക്യം ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ ഒന്ന് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ ജോസ് അതിനെപ്പറ്റി ആ പ്രോവേർബ്സിനെ പറ്റി ഒരു ചെറിയ ഒരു കാര്യം പറഞ്ഞിട്ട് പിന്നെ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു മിനിറ്റ് ഞാനിപ്പോ കാണിക്കാതെ. ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പൊ ഈ 30-ാമത്തെ വാക്യത്തിൽ അതൊരു സൃഷ്ടിയാണെന്നാണ് മലയാളം ബൈബിളിനകത്ത് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ ഒറിജിനൽ ലാംഗ്വേജ് കാണുമ്പോൾ I was beside him the craftsman, the master craftsman അവിടെ ചിലപ്പം അതിന്റെ അമ്മവൻ എന്നുള്ളതിന്റെ ഭാഷ ഇത് വരുമ്പോൾ ട്രാൻസ്ലേഷൻ വരുമ്പോൾ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ആകാം. And I was his delight, and I was rejoicing day after day before him എന്നാണ്. അപ്പൊ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ ആണ് എല്ലാം ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചോളം യോഹന്നാൻ 1:1 പോകുമ്പോൾ ഈ മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്ന് പറയുന്നത് വചനം അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ആത്മാവാണ്. ക്രിസ്തുവിന്റെ ആത്മാവാലും സകലം സൃഷ്ടിക്കപ്പെട്ടത്. അപ്പൊ ഈ ഒരു കാര്യം ഇനിയിപ്പം മാറിപ്പോയപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ പ്രോവേർബ്സിനെ കാണുന്നത്? ഇപ്പൊ ആരെ പറ്റിയാണ് പ്രോവേർബ്സിൽ സംസാരിക്കുന്നത്? അതൊരു സ്ത്രീയാണോ? അത് ആരാണ് എന്ന് നമുക്ക് ഒന്ന് സംസാരിച്ചിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. നല്ല ഒരു ചോദ്യമാണ്. പ്രോവർബ്സിലേക്ക് വരുമ്പോൾ ഈ ആദ്യം അതിൻ്റെ എൻ്റെ ഒരു ഐഡിയ പറഞ്ഞിട്ട് വരാം. ഈ എല്ലാ സിസ്റ്റങ്ങളും ഇപ്പൊ നമ്മൾ ട്രിനിറ്റേറിയൻ ആയാലും ഒരു സിസ്റ്റം നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സിസ്റ്റത്തിനെ ആ ഫ്രെയിമിൽ എന്തൊക്കെ കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ളൊരു അന്വേഷണത്തിലാണ് ഈ ഇത്തരം ആളുകൾക്കുള്ളത്. യൂണിറ്റേറിയൻസിനാണെങ്കിലും ട്രിനിറ്റേറിയൻസിനാണെങ്കിലും നോൺ ബിബ്ലിക്കലായി അല്ലെങ്കിൽ അടിസ്ഥാന ബൈബിളിന്റെ ഉപദേശത്തിന് വിരുദ്ധമായ സ്റ്റേറ്റ്മെന്റുകൾ ബൈബിളിൽ നിന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അവരുടെ ആശയത്തിന് എടുത്തു പറയാൻ പറ്റുന്ന വചനങ്ങളായിട്ട് കോട്ട് ചെയ്യാൻ വേണ്ടി അവർ അതിനെ വേർതിരിച്ച് പല ബോക്സിലാക്കുന്നു. അങ്ങനെ ഉണ്ടായ ഒരു അഭിപ്രായത്തിൽ നിന്നാണ് അല്ലെങ്കിൽ അവരുടെ ഒരു ഐഡിയോളജിയിൽ നിന്നാണ് ഈ അവളെന്നും അവനെന്നും ഒക്കെ അവർക്ക് തിരിക്കേണ്ടി വന്നത്. ബൈബിളിന്റെ നമ്മള് പഴയ നിയമ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, പഴയ നിയമം എന്ന് നമ്മൾ മലയാളത്തിൽ പറയുമെങ്കിലും യഹൂദൻ അതിനെ പഴയ നിയമം എന്ന് പറയുന്നില്ല. കാരണം അവനൊരു പുതിയ നിയമം ഇല്ല. യഹൂദന്റെ ബൈബിളിൽ നമുക്കാണ് പഴയതും പുതിയതുമായിട്ട് രണ്ട് ഭാഗമായിട്ടുള്ളത്. യഹൂദനെ സംബന്ധിച്ച് പഴയത് എന്ന് പറയുന്നതൊന്നുമില്ല. അവൻ്റെത് അന്നും ഇന്നും അവനെ സംബന്ധിച്ച് റെലവന്റ് ആയ ബുക്കാണ്. അവൻ അതിനെ തനാക്ക് എന്ന് പറയും. ഈ തനാക്കിൽ നമുക്ക് അതിനകത്ത് ആദ്യത്തെ 5 പുസ്തകങ്ങൾ നമുക്കറിയാം. അതിന് തോറ നിയമങ്ങൾ എന്ന് പറയുന്നു. പിന്നീട് ഉള്ള പ്രവാചക ഗ്രന്ഥങ്ങൾ, മേജർ പ്രോഫറ്റിക് ബുക്സിനെല്ലാം നബീം എന്ന് പറയുന്നു. പിന്നെ വരുന്ന അതർ ബുക്സ്, ഈ പോയറ്റിക് ബുക്സ് ആയിട്ടുള്ള ഈ സഭാപ്രസംഗി ആയാലും പ്രോവർബ്സ് ആയാലും സാംസ് ആയാലും പിന്നെ ലെമന്റേഷൻസ് ആയാലും എല്ലാം ഈ പ്രോഫറ്റിക് ബുക്സിലേക്ക് വരുമ്പോൾ ഈ പോയറ്റിക് ബുക്സിലേക്ക് വരും. ഈ പോയറ്റിക് ബുക്സിൽ പോയറ്റിക് ഗ്രന്ഥകർത്താക്കൾ ഇതിനെ ഒരു പോയറ്റിക് രീതിയിലാണ്, അല്ലെങ്കിൽ ഒരു കാവ്യാത്മക രീതിയിൽ ഇതിനെ പ്രസന്റ് ചെയ്തിരിക്കുന്നതിനെ എടുത്തുകൊണ്ട് വന്ന് ചില സമയത്ത് പരിശുദ്ധാത്മാവ് പെണ്ണും ചില സമയത്ത് പരിശുദ്ധാത്മാവ് ആണും എന്നൊക്കെ ഇത്തരം ആളുകൾക്ക് വ്യാഖ്യാനിക്കേണ്ടി വരുന്നത് അവരുടെ സംവിധാനത്തിന്റെ പോരായ്മയാണ്. കാരണം അവർക്ക് ഇതിനെല്ലാം അവർ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് ഇവരെ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ചെസ് കളിക്കാരൻ ആ കോളങ്ങൾ കൊണ്ട് വെക്കുന്നത് പോലെ ഇവിടുന്ന് പിറക്കി കൊണ്ടുവന്ന് വെക്കേണ്ട അവരുടെ ഗതികേടിൽ നിന്നാണ് ഈ ഏക ദൈവത്തെ ഇവർക്ക് 3 വ്യക്തികളാക്കി തിരിക്കുകയും ഈ 3 വ്യക്തികൾ ഈക്വൽ ആണെന്ന് പറയുകയും ചെയ്യുമ്പോൾ പലപ്പോഴും പല വചനങ്ങളും അവരെ ചോദിച്ചതിനായിട്ടിരിക്കുന്നത്. കാരണം ഈക്വൽ ആണെങ്കിൽ പിന്നെ യേശു എന്തിനു പറയണം എന്റെ പിതാവ് എന്നേക്കാൾ വലിയവനാണെന്ന്? അപ്പം മാത്രമല്ല, ബൈബിളിലേക്ക് വരുമ്പോൾ നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നമുക്ക് പഴയ നിയമത്തിൽ ക്രിസ്തു ഇന്നലകളിൽ പ്രവാചകന്മാരുടെ ടെക്സ്റ്റുകളിൽ ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കുന്ന ഒരു യേശു ക്രിസ്തു എന്നോ ക്രൈസ്റ്റ് എന്നോ ജീസസ് എന്നോ പേര് ഒന്നും പരാമർശിക്കുന്ന ഒരു ടെക്സ്റ്റുകളും
ഡയറക്റ്റ് ആയിട്ട് യേശുവിന്റെ പേര് പറയുന്ന അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് പേര് പറയുന്ന ഒരു ടെക്സ്റ്റ്, ഒരു പുസ്തകങ്ങളും ഓൾഡ് ടെസ്റ്റമെന്റിൽ ഇല്ല. അപ്പോൾ തന്നെ യേശു പറയാണ് ആ പുസ്തകങ്ങളിലെല്ലാം എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഈ എല്ലാ പുസ്തകങ്ങളിലും, പ്രവാചക പുസ്തകങ്ങളിലും, സങ്കീർത്തനങ്ങളിലും, മോശയുടെ പുസ്തകങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു പറയാം. അപ്പം അതിന്റെ സെൻട്രൽ പോയിന്റ് ആയ ദൈവം ജഡത്തിൽ വന്നിട്ട് പറയാണ്, അവിടെ മോശ തുടങ്ങിയുള്ള സകല പ്രവാചകന്മാരും അവിടെ യഹോവ എന്ന വ്യക്തി ക്രിയേറ്ററായിട്ടും ഭർത്താവായിട്ടും ഒക്കെ നിൽക്കുന്നതെല്ലാം എന്നെ കുറിച്ചാണ് എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, ആ പറയുന്ന യേശുവിനെ 2 പേരിൽ അല്ലെങ്കിൽ 3 പേരിൽ ഒരാളാക്കാൻ പരിശ്രമിക്കുകയും ആ യേശു പറഞ്ഞ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞ് ആ ആത്മാവ് പറഞ്ഞ ഒരേ ആത്മാവിന്റെ പല മാനിഫെസ്റ്റേഴ്സിന് പല എന്താ പറയാ വെളിപ്പാടുകളെ എടുത്തുകൊണ്ട് വന്ന് വിവിധങ്ങളായ തരങ്ങളിൽ അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയാത്തത് വരുമ്പോൾ അതിന് സൈലന്റ് ആവുക, അവർക്ക് വ്യാഖ്യാനിക്കാൻ കഴിയുന്നതിനെ കൊണ്ടുവന്നിട്ട് വ്യത്യസ്തമായ വ്യക്തികളാക്കി തീർക്കുന്ന ഒരു അവസ്ഥ ഇവർക്ക് ഉണ്ടാകേണ്ട ഒരു കാര്യം. എപ്പോഴും ഇവരുടെ സ്റ്റാൻഡ് ബൈബിളിൽ നിന്ന് തെളിയിക്കാൻ പ്രയാസമുള്ളത് കൊണ്ടാണ് എവിടെ നിന്നൊക്കെയാണ് ഇതിനെ കോപ്പി എടുത്തുകൊണ്ട് കട്ട് ആൻഡ് പേസ്റ്റ് ചെയ്ത് തെളിയിക്കാൻ കഴിയുന്നുമെന്ന് ഇവർ പരിശ്രമിക്കുന്നത്. അല്ലാതെ ഈ ട്രിനിറ്റേറിയൻസിനോ അല്ലെങ്കിൽ ഈ ഏകദൈവ വിശ്വാസം ആണ് എന്ന് പറയുന്ന യഹോവ വിറ്റ്നസിനോ ശരിയാവണ്ണത്തിൽ ബൈബിളിനെ പൂർണ്ണമായിട്ടും വ്യാഖ്യാനിക്കാൻ കഴിയില്ല. മാത്രമല്ല അവരെ സംബന്ധിച്ച് യൂണിറ്റേറിയനിലേക്ക് വരുമ്പോൾ ഒരു മിനി ഗോഡായിട്ടാണ് ചോദ്യം ചെയ്തു വരുമ്പോൾ അവർ പറയും ഒരു ചെറിയ കുട്ടി ദൈവമാണെന്ന് പറയും, അല്ലെങ്കിൽ ഒരു ക്രിയേഷനാണ്, ഒരു സൃഷ്ടി മാത്രമാണെന്ന് പറയും. മറ്റിടത്തേക്ക് വരുമ്പോൾ അവർ ഈക്വൽ ദൈവമാണ് എന്ന് പറയുകയും ചെയ്യും. ഈക്വൽ ദൈവമാണെങ്കിൽ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് അവരോട് ചോദ്യം ചോദിക്കാനുണ്ട്. യേശുവിനോട് പ്രാർത്ഥിക്കുന്നതും യേശുവിനെ നമസ്കരിക്കുന്നതും ആയ കാര്യങ്ങൾ നമുക്ക് ന്യൂ ടെസ്റ്റമെന്റിലുണ്ട്. പല സമയത്തും യേശുവിനെ അവർ കുമ്പിട്ട് അവനെ ആരാധിച്ചു തുടങ്ങിയ നമുക്ക് കാര്യങ്ങൾ, ആരാധന യേശുവിനെ ലഭിച്ചതായിട്ട് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഇനി പിതാവിനെ ആരാധിക്കണം എന്ന് യേശു പറയുന്നുണ്ട്. പഴയ നിയമ പിതാക്കന്മാരെല്ലാം യഹോവയെ ആരാധിച്ചു. യേശുവും പിതാവും ആരാധനയ്ക്ക് ഒരുപോലെ യോഗ്യനാണ് എങ്കിൽ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധാത്മാവിനെ ആരാധിക്കണമെന്നും പറയുന്ന ഒരു വാക്യവാചനത്തിൽ ഉണ്ടാവണം. എന്തുകൊണ്ടാണ് അങ്ങനെ വന്നപ്പോഴേക്കും ഈ 2 എൻറ്റിറ്റിക്കുമുള്ള ഒരു ഈക്വൽ പദവി പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഈ ട്രിനിറ്റേറിയൻസിന് കൊണ്ടുവരാൻ കഴിയുന്നില്ല? എങ്കിലും നിങ്ങൾ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കുക. ഏതെങ്കിലും പെന്തക്കോസ്തുകാർ പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിക്കാറില്ല. കത്തോലിക്കർ പ്രാർത്ഥിക്കും. കാരണം അവർ പരിശുദ്ധാത്മാവെ വരണേ, ശക്തി വരണമേ, നിന്റെ ബലം തരണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കും. എന്നാൽ എന്തുകൊണ്ടാണ് ഈ അതേ നൈസിയൻ ക്രീഡ് ഫോളോ ചെയ്യുന്ന നിങ്ങൾ ഈ ട്രിനിറ്റേറിയൻസ് എന്തുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തുല്യ വ്യക്തിയാണ് എങ്കിൽ, ദൈവത്തിലുള്ള ഒരു 3ാമത്തെ വ്യക്തിയാണ് എങ്കിൽ, എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഈ 3 ആളാണെന്ന് തെളിയിക്കാൻ എടുത്തുകൊണ്ട് വരുമ്പോൾ ആ കാണിക്കുന്ന ജാഗ്രതയും ആ കാണിക്കുന്ന ശുഷ്കാന്തിയും പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നതിനെ കാണിക്കുന്നില്ല? എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്നില്ല? ആരാധനയ്ക്ക് യോഗ്യരല്ലേ? 3 പേരും വ്യക്തികളും ആരാധനയ്ക്ക് യോഗ്യരാണെങ്കിൽ 3ാമത്തെ വ്യക്തിയും ആരാധിക്കണം, പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. എന്താ പ്രാർത്ഥിക്കാത്തത്? അങ്ങനെ പ്രാർത്ഥിക്കാൻ വചനത്തിൽ വ്യവസ്ഥയില്ല. അപ്പോ ഇവർക്ക് ഇതിനെയൊന്നും ശരിയായ രീതിയിൽ വേണ്ടത്ര ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പ്ലേസ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല. കാരണം ഇവിടെ സൃഷ്ടി നടത്തിയ ആൾ യേശുക്രിസ്തു ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് പുതിയ നിയമത്തിൽ വരുമ്പോൾ ഇവരെക്കാളും വലിയ ഓർത്തഡോക്സ് ജ്യൂ ആയിരുന്ന പൗലോസ് പറയുന്നു അവനിലൂടെയും അവനാലും അവന് വേണ്ടി സകലം സൃഷ്ടിച്ചു. യോഹന്നാൻ പറയുന്നു അവനാണ് സകലം സൃഷ്ടിച്ച് അവന് സകലത്തിനും ആധാരമായിട്ടുണ്ടെന്ന് പറയുന്നു. ഹീബ്രൂസിലേക്ക് വരുമ്പോൾ ഹീബ്രു ഗ്രന്ഥകർത്താവ് പറയുന്നു സൃഷ്ടിയെല്ലാം നടത്തിയ യേശുക്രിസ്തു ആണ്. ബൈബിൾ പറയുന്നു എല്ലാം സൃഷ്ടിച്ച ദൈവമാണ്. അങ്ങനെയെങ്കിൽ ദൈവം യേശുക്രിസ്തുവാണ്, അല്ലെങ്കിൽ ദൈവം ക്രിസ്തുവിലാണ്. താങ്ക് യു പാസ്റ്റർ. അപ്പം വളരെ വ്യക്തമാണ് അവൻ അവൾ എന്ന പ്രയോഗം നമ്മൾ കാണുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിച്ചു എന്തുകൊണ്ട് പാരബിൾസിൽ സംസാരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കിങ്ഡമിൽ ഉള്ളവർക്ക് മാത്രമേ ഈ പാരബിൾസ് ആയാലും വചനങ്ങളായാലും അവർക്ക് മനസ്സിലാകത്തുള്ളൂ. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ ഗ്രാമർ പഠിച്ചിട്ട് അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയും അവൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ത്രീയും ഒക്കെ ആക്കി തീർക്കുന്ന രീതിയിലുള്ള ഈ പാസ്റ്റേഴ്സ് അവര് ഞങ്ങളെക്കാട്ടിലും ഒക്കെ കൂടുതൽ വായനാശീലമുള്ളവരായിരിക്കാം. അവർക്ക് കൂടുതൽ പല കാര്യങ്ങളെ പറ്റിയുള്ള നോളജ് ഉണ്ടായിരിക്കാം. പക്ഷേ ദൈവത്തിന്റെ വചനം അറിയണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർക്ക് വചനം ഏത് രീതിയിൽ വായിച്ചാൽ പോലും മനസ്സിലാവും.
മനസ്സിലാവത്തില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടത്. എന്റെ നോളജ് എന്ന് പറഞ്ഞ ഞാൻ ആ നോളജിനെ അവളെന്ന് വിളിച്ചു കഴിഞ്ഞാൽ എന്റെ നോളജ് വേറൊരു വ്യക്തിയായി തീരുമോ? ആവത്തില്ല, ഒരിക്കലും ആവത്തില്ല. അതുപോലെ ദൈവത്തിന്റെ പരിജ്ഞാനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ ആത്മാവിന്റെ റെഫറൻസ് തന്നെയാണ്. അതിനെ ഒരു ലാംഗ്വേജിന്റെ ലിമിറ്റേഷൻ കാരണം അതിനെ അവനോ അവൾന്നോ ഫെമിനിസ്റ്റ് ഒരു ഇത് കൊടുക്കുകയോ അല്ലെങ്കിൽ ഒരു മസ്കുലൈൻ ഒരു പദം കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വെച്ചൊരു വ്യക്തിയോ ഒരു സ്ത്രീയോ ആയി തീരുന്നില്ല. അത് സാധാരണ മനസ്സിലാക്കുന്നവർക്ക് പോലും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. പക്ഷെ വചനം വായിക്കുമ്പം ഇവര് അതെല്ലാം സൈഡിൽ വെച്ചിട്ടാണ് വചനം വായിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണുവാൻ സാധിച്ചു. ഈ ഒരു വീഡിയോ കുറച്ചുകൂടെ അതിനകത്ത് കാര്യങ്ങൾ നമുക്ക് എടുക്കാനുണ്ട്. ഇനി അടുത്ത ഏതെങ്കിലും ചർച്ചകളിൽ നമ്മളത് പിന്നെയും മറ്റുള്ള ഭാഗങ്ങൾ എടുക്കുന്നതായിരിക്കാം. ഇന്ന് ഈ ലൈവിൽ ജോയിൻ ചെയ്ത പാസ്റ്റർ ജോസ് വർഗീസിനോടും പാസ്റ്റർ രാജു ഡാനിയലിനോടും നന്ദി അറിയിക്കുന്നു. ജോയിൻ ചെയ്ത എല്ലാ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നന്ദിയെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇനി അടുത്ത വീഡിയോയിൽ ഞങ്ങൾ പിന്നെയും നിങ്ങളോട് കൂടെ ആയിരിക്കുന്നതായിരിക്കും. താങ്ക് യു.